വീടിൻ്റെ വലുപ്പൊന്നും കണ്ടു കേട്ടണ്ട. ഞാൻ മോളിൽ തന്നെയല്ല താമസിക്കുന്നത്. ഓണർ താമസിച്ചിരുന്ന താഴെയാ. അവരിപ്പോൾ പുതിയ വീടെടുത്ത് സിറ്റിയിലേക്ക് മാറി. സംഗതി ബാർട്ടർ സിസ്റ്റം ആണല്ലോ. നിനക്ക് വാടകയില്ലാത്ത വീട്, അങ്ങർക്ക് ശമ്പളമില്ലാത്ത കാവൽക്കാരൻ. കൊള്ളാം. ശ്രദ്ധിക്കണേ. എങ്ങനെയുണ്ട് മുറി? കൊള്ളാം. ഇതെല്ലാം ഒരുമാതിരി പേടിപ്പിക്കുന്ന പെയിന്റിങ്സ് ആണല്ലോ. ഇതൊക്കെ നീ വരച്ചതാ? ആ, സമയം കിട്ടുമ്പോഴൊക്കെ. നൈസ്. എന്താ ഇതിന്റെ അർത്ഥം? ആ, സത്യത്തിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. 4ാം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി കുടിക്കാനാണ് സ്കൂളിൽ പോയത്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു റിലേറ്റീവിന്റെ ഫാമിലിയിലേക്ക് എന്നെ വളർത്താൻ അയച്ചു. രസമതല്ല, ഞാൻ വളരുന്നതിന് മുമ്പ് അവർക്കൊരു കുട്ടിയായി, ഞാൻ ബോർഡിങ്ങിലുമായി. അതുകൊണ്ട് വരെ നഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ. നന്നായി പഠിക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലും എത്തി. ചുരുക്കി പറഞ്ഞാൽ നോ കമ്മിറ്റ്മെന്റ്സ്. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, എന്തും ചെയ്യാം. ഒന്നോർത്താ എൻ്റെ ലൈഫ് ഒരു സംഭവം തന്നെയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മഹാനഗരങ്ങൾ പിന്നിട്ട് ഇപ്പോൾ ഒരു കൊച്ചു മെട്രോ സിറ്റിയിൽ മറ്റൊരുത്തൻ്റെ മനോഹരമായ മുറിയിൽ അവനെ നിലത്ത് കിടത്തി അവൻ്റെ മെത്തയിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നു. ഹോ, എന്തൊരു സുഖം. ഇച്ച, നിനക്ക് ഞാൻ ഒരു കട്ടിൽ വാങ്ങി തരുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ തറയിൽ കിടക്കേണ്ടി വരും. സിദ്ധാർത്ഥ സീറ്റിലില്ല. മാം ഫ്രീയാ, നോക്കിയിരിക്കാതെ വാ. താര പറഞ്ഞു സിദ്ധാർത്ഥ വന്നതിന് ശേഷം ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് നല്ല ഫ്രഷസ് ഉണ്ട് മാം. പിന്നെ ടോമിന്റെ കയ്യിൽ 1-2 നല്ല ക്ലയൻസും ഉണ്ട്. മാം പെർമിറ്റ് ചെയ്താൽ ഞാൻ അവർ മീറ്റ് ചെയ്യാം. പ്രസന്റേഷന് വേണ്ടി കുറച്ച് നല്ല സ്പെഷ്യൽ ഡിസൈൻസ് ചെയ്തു തരാൻ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡിനോടൊന്ന് പറഞ്ഞ. നമുക്ക് ആലോചിക്കാം. ഞാൻ 2 വീക്സ് ലീവിലായിരിക്കും. തിരിച്ചു വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ താര, ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ താരയോട്, ഈ വർഷം ടേൺ ഓവർ കൂട്ടാനുള്ള പ്ലാൻ ഇല്ല കമ്പനിക്ക്. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ എഫിഷ്യൻസി കൂട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടിയാൽ മതി. ഏയ് വേണ്ട, ഇല്ലെന്നേ. എന്തായി? പുതിയ ക്ലയൻസിനെ കൊണ്ടുവരാനുള്ള കാലിബർ നിനക്കില്ലാന്ന്. ആദ്യം അത് പോയി ഉണ്ടാക്കി വാ. ആ സിദ്ധു, ഞാൻ 2 ആഴ്ച ലീവില്. നമ്മുടെ താരയുടെ മാനേജർ കളി ഉണ്ടാവും, അതൊന്ന് സഹിച്ചേക്കണം. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓൾറെഡി ഇവിടെ ഉള്ളവരൊക്കെ ഈഗോയുടെ ഉസ്താദുമാരാ. അതുകൊണ്ട് സിദ്ധുവിന്റെ ഈഗോ ഒരു അല്പം കുറയ്ക്കാം. ഓ, അല്ല, ഒരു ടീമായിട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണേ. അത് ശരി, ഇവിടെ വന്നിരിക്കുകയാണോ? ഒരു ചെക്ക് ഞാൻ മേശപ്പുറത്തോടെന്ന് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇത് ഞാനല്ല ഒപ്പിടേണ്ടത്. ഇനി ബാങ്ക് ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ടരുത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഒപ്പിടാനൊക്കെ ഇത്ര സമയം വേണം? കണ്ടോ, സിദ്ധു ഇന്ന് ഫ്രീ ആണോ? എനിക്കിവിടെ എന്താ പണി? എന്നാ നമുക്കൊന്ന് പുറത്തു പോവാം. എന്നെ ഒരിടം വരെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. നാട്ടിലൊരു അങ്കിളുടെ മോളുടെ കല്യാണം. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. ഇപ്പൊ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. അവിടെ പോയ ഒരാഴ്ച കഴിയാതെ വിടുകയില്ല. അമ്മയ്ക്ക് ഇപ്പോഴും നോവൽ എഴുത്തൊക്കെ ഉണ്ടോ? ആ പേനയിലെ മഷി തീർന്നു. ഷീസ് എ ഫാന്റാസ്റ്റിക് റൈറ്റർ. അങ്ങനെയാ ഞാൻ ഈ പരിവായത്. സ്വന്തം ഇഷ്ടത്തിനെ ജീവിക്കാവൂ, ആരുടെയും മുമ്പിൽ തല കുനിക്കരുത്, പെണ്ണെന്ന് പറയുന്നത് ഒന്നിനൊരു തടസ്സമല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാനാണെങ്കിൽ അത് അക്ഷരം പ്രതി പഠിക്കുകയും ചെയ്തു. ഇപ്പൊ അവര് ബന്ധുക്കളുടെ കൂടെ സ്റ്റാറായി ജീവിച്ചുകൊണ്ടിരിക്കുക.
അവരാഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ ഓടിച്ചെല്ലേം വേണം. ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചതുമില്ല. നമ്മുടെ ഈ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു കണക്കിന് കല്യാണം കഴിക്കാത്തത് നന്നായിന്നേ ഞാൻ പറയൂ. ഞാൻ പറയില്ല. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നെങ്കിലെന്ന്. എല്ലാം കൂടി ഒരുമിച്ച് കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ സെയിൻസിനെ പോലെ സന്യാസിമാരെ പോലെ ആവണം. അവർക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരും കല്യാണം കഴിച്ചിട്ടല്ല. സിദ്ധു ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രണ്ടാളുണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മൾ രണ്ടാളില്ലേ? അല്ല, നമ്മൾ രണ്ടാള്, രണ്ടാരത്തി, രണ്ട് സിദ്ധു, അങ്ങനെ. ടെറസ് ഡോർ അടയ്ക്കാൻ മറക്കല്ലേ. അതൊരു സൂപ്പർ തോട്ടാണ് കേട്ടോ. ഏത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, 2 സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നെങ്കിലെന്ന്. ആ, ഒരാൾക്ക് 24 മണിക്കൂറും വർക്ക് ചെയ്ത് കാശുണ്ടാക്കാം, മറ്റൊരാൾക്ക് ലോകം മുഴുവൻ ചുറ്റി നടന്ന് വിലസാം. അടിപൊളി. അങ്ങനെയാണെങ്കിൽ കമ്പനി സിദ്ധുവിനെ ബാംഗ്ലൂരിലും കൊച്ചിയിലും ഒരേ സമയത്ത് ജോലി എടുപ്പിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുധീർ ബോസ്. ഈ വക കാര്യങ്ങളിലൊക്കെ വട്ടാണ്. പുള്ളി പറയുന്നത് ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ശരിക്കും ഉണ്ടെന്നാണ്. ചുമ്മാ പേടിപ്പിക്കാതെ വഴി പറഞ്ഞു. റൈറ്റ്. താങ്ക്സ് സിദ്ധു. ബൈ. ഇത് തരാനാ ആർത്തിയെ ഞാൻ വിളിച്ചത്. എന്താ ഇത്? തുറന്നു നോക്ക്. കൽക്കട്ടയിലെ ബാഗാപ്പള്ളിയിലെ ഇമാം തന്നതായി ഗിഫ്റ്റ്. 60-65 വയസ്സാകുമ്പോൾ ലൈഫ് കഴിയുമെന്ന് വിചാരിക്കുന്നവർക്ക് ആത്മധൈര്യവും മനഃശാന്തിയും കിട്ടാൻ ബെസ്റ്റാണ് ഈ സാധനം. എനിക്കെന്തിനാ ഇത്? നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ. പൂർണ്ണമായ വിശ്വാസത്തോടെ കെട്ടിയാലേ ഇതിൻ്റെ ഗുണം കിട്ടൂ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഓഹോ, അപ്പൊ എക്സ്പെരിമെന്റ് എന്റെ അമ്മ വരെ എത്തിയല്ലേ? താൻ കൊടുക്ക്. അമ്മ ഇപ്പൊ ഭയങ്കര വിശ്വാസിയല്ലേ, റിസൾട്ട് ഉണ്ടാവും. ആ, സീറ്റിലുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ഒരു മറവി. ആ, ഇതാണ് ഞാൻ പറഞ്ഞ സുധീർ ബോസ്. പരിചയപ്പെടണോ? ഇപ്പൊ വേണ്ട, പിന്നെ ഒരിക്കലാവാം. ഓക്കെ, ബൈ. ശരി.